8ാം മാസം തുടങ്ങിയതിൽ പിന്നെ എല്ലാ ആഴ്ചയും നമ്മൾ ചെക്കപ്പിന് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ചെക്കപ്പിന് വേണ്ടി പോവുകയാണ് നമ്മൾ. അങ്ങനെ പ്രതീക്ഷിക്കാതെ കഥയിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ഇന്ന് ചെക്കപ്പിന് പോയപ്പോ നമുക്ക് അഡ്മിഷൻ ഡേറ്റും കിട്ടി കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വാവയുടെ അനക്കവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഡേറ്റ് ഡോക്ടർ തന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും കുറച്ച് നേരത്തെയാണ് കേട്ടോ. എന്തായാലും നമ്മൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിരുന്നുകൊണ്ട് യാതൊരു ടെൻഷനും ഇല്ല. ഇനി നമുക്ക് കുഞ്ഞുവാവയെ കാണാൻ ഇങ്ങോട്ട് വന്നു. ലാസ്റ്റ് ചെക്കപ്പ് ഇലക്ഷന്റെ റിസൾട്ടിന്റെ അന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ പാർട്ടിക്കാർ ജയിച്ചതിന്റെ സന്തോഷ പ്രകടനമൊക്കെ കാണാൻ പറ്റും. ഇതൊരു 1 മണി സമയത്താണ്. ഇപ്പൊ റിസൾട്ടൊക്കെ ഇനിയും അറിയാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. റിസൾട്ട് കഴിഞ്ഞവരൊക്കെ ഇതേപോലെ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ബ്ലോക്കും പഞ്ചായത്തും ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി വോട്ടെടുപ്പ് കൂടുതലല്ലേ, അതുകൊണ്ട് ഈവനിങ് ടൈമിലാണ് അവരിറങ്ങി. ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു ചിക്കൻ വാങ്ങിച്ചിട്ട് പോവാന്ന് കരുതി. വീട്ടില് തലേ ദിവസം മേടിച്ച കുഴിമന്തിയുടെ റൈസ് ബാക്കിയുണ്ട്. അത് വെച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും ഗാർലിക്കും ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടി നടത്താന്ന് കരുതി. ഞാൻ അങ്ങനെ കുഴിമന്തി ഫാൻ അല്ല കേട്ടോ, പക്ഷെ എനിക്ക് ഈ റൈസ് ഭയങ്കര ഇഷ്ടം. ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ ജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും എന്റെ ഒരു വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലി കലഹിക്കാത്ത സ്നേഹം തുളുമ്പുന്ന നല്ലൊരു നാടാണ് നമുക്ക് വേണ്ടത്.